പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില വേർഡ്സിന്റെയും ഫ്രേസസിന്റെയും കറക്റ്റ് യൂസ് നോക്കാം. പലർക്കും വുഡ് എവിടെ ഉപയോഗിക്കണം, ഷുഡ് എവിടെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഷുഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ലിഗേഷൻസിനെ കുറിച്ച് പറയാനാണ്. അതായത് ഒരു കാര്യം ചെയ്യണം, ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടി, മോറലായ ഒബ്ലിഗേഷൻസ്, ചെയ്തേ തീരൂ എന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഷുഡ് അല്ല ഉപയോഗിക്കുക, മസ്റ്റോ ഹാവ് ടു ഉപയോഗിക്കും. അതല്ലാതെ നമുക്ക് ധാർമ്മികമായി അങ്ങനെ ചെയ്യാൻ ബാധ്യതയുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. വുഡ് നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയാം. ചെയ്യണം എന്ന് പറയാൻ ഷുഡ് ഉപയോഗിക്കുക, ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വുഡ് ഉപയോഗിക്കുക. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് വുഡിന് പകരം പലപ്പോഴും യൂസ് ടു ഉപയോഗിക്കാൻ സാധിക്കും. എക്സാമ്പിൾസ് നോക്കാം. എല്ലാവരും കാറിന്റെ സീറ്റ് ബെൽറ്റ് ധരിക്കണം. കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം. എവരിബഡി ഷുഡ് വെയർ കാർ സീറ്റ് ബെൽറ്റ്. ഇവിടെ നമ്മൾ വുഡ് അല്ല ഉപയോഗിക്കേണ്ടത്, ഇതൊരു ഒബ്ലിഗേഷൻ ആണ് അല്ലെ, ചെയ്യണം എന്നാണ് പറയുന്നത്. ചെയ്യണം എന്ന് പറയാൻ ഷുഡ് തന്നെ ഉപയോഗിക്കുക. ഈ അർത്ഥത്തിൽ ഷുഡ് നമുക്ക് എല്ലാ നൗൺസിന്റെയും പ്രൊനൗൺസിന്റെയും കൂടെ ഉപയോഗിക്കാം. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, സെക്കൻഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, തേർഡ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ എല്ലാം ഈ ഒരു മീനിങ്ങിൽ നമുക്ക് ഷുഡ് ഉപയോഗിക്കാൻ സാധിക്കും. എവരിബഡി ഷുഡ് വെയർ കാർ സീറ്റ് ബെൽറ്റ്സ്. സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഷുഡ് ഉപയോഗിക്കാം, വുഡ് ഉപയോഗിക്കാം. ഈ ഒരു മീനിങ്ങിൽ വില്ലിന് പകരം അല്ലെങ്കിൽ ഷോളിന് പകരം നമുക്ക് വുഡും ഷുഡും ഉപയോഗിക്കാൻ സാധിക്കും. ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ, അതായത് സബ്ജക്റ്റ് ഐ അല്ലെങ്കിൽ വി ആയി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യും എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് വുഡ് ഉപയോഗിക്കാം, ഷുഡ് ഉപയോഗിക്കാം. ഇതിന് പകരം നമുക്ക് വില്ല് ഉപയോഗിക്കാം, ഷോൾ ഉപയോഗിക്കാം. പിന്നെ വുഡും ഷുഡും നമ്മൾ വില്ലിനും ഷോളിനും പകരം ഉപയോഗിക്കുന്നത് പലപ്പോഴും ഇമാജിനറി ആയ കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ പൊളൈറ്റ് ആയുള്ള ഓഫേഴ്സിൽ നമ്മൾ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കും. റിക്വസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ വില്ലിന് പകരം വുഡ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ ഈ പാസ്റ്റ് ഫോംസ്, വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്, ഷോളിന്റെ പാസ്റ്റ് ആണ് ഷുഡ്, അങ്ങനെ ഒരു യൂസ് ഉണ്ട് ഈ രണ്ട് ഓക്സിലറീസിന്. പാസ്റ്റ് ഫോംസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ സംസാരം കുറച്ചുകൂടി പൊളൈറ്റ് ആക്കുന്നതിന് വേണ്ടി, അവർക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും തോന്നാത്ത രീതിയിൽ പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് അല്ലെങ്കിൽ ഐ ഷുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ്. ഇവിടെ ശ്രദ്ധിക്കണം, ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ മാത്രമേ ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കൂ. ഇവിടെ സബ്ജക്റ്റ് ഹിയോ ഷിയോ ദേയോ ആയിരുന്നെങ്കിൽ നമ്മൾ ഷുഡ് ഉപയോഗിക്കാൻ പാടില്ല, വുഡ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഐ ഷുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ്. നീ ഇതൊരിക്കലും ആവർത്തിക്കരുത്. ചെയ്യരുത് എന്ന് പറയാൻ വുഡ് അല്ല ഉപയോഗിക്കേണ്ടത്, ഷുഡ് ആണ്, ഷുഡ് നോട്ട്. യു ഷുഡ് നെവർ റിപ്പീറ്റ് ദിസ്. യു ഷുഡ് നെവർ റിപ്പീറ്റ് ദിസ് അല്ലെങ്കിൽ യു ഷുഡ് നോട്ട് റിപ്പീറ്റ് ദിസ്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത്. വി വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ എൻ ഏർലി റിപ്ലൈ. ഇവിടെ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആയ വി ആണ്. ഇവിടെ നമുക്ക് വുഡിന് പകരം ഷുഡ് ഉപയോഗിക്കാം. വി വുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ എൻ ഏർലി റിപ്ലൈ. ഇവിടെ നമുക്ക് വുഡിന് പകരം വില്ലും ഷുഡിന് പകരം ഷോളും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ഇതൊരു റിക്വസ്റ്റ് ആണ്. പെട്ടെന്നൊരു മറുപടി ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ ഉപകാരമായിരിക്കും, ഞങ്ങൾ അതിന് നന്ദിയുള്ളവരായിരിക്കും. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. നമ്മളൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാണ്, റിക്വസ്റ്റ് ചെയ്യുമ്പോൾ വിൽ, ഷോൾ ഈ മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്നതിലും നല്ലത് വുഡ് അല്ലെങ്കിൽ ഷുഡ് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സബ്ജക്റ്റ് വി ആണ്, അതൊരു ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺ ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഷുഡ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ വുഡ് തന്നെ ഉപയോഗിക്കാം. കൺഫ്യൂഷൻ ഉള്ളവർ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രം ഷുഡ് ഉപയോഗിക്കാം. ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വുഡ് ഉപയോഗിക്കാം. ഇനി ഒരു കാര്യം ഞാൻ ചെയ്യാം, ചെയ്യും, ചെയ്തേനെ എന്നെല്ലാം പറയാനും വുഡ് ഉപയോഗിക്കാം. ഏത് പ്രൊനൗൺസിന്റെ കൂടെയും ഫസ്റ്റ് പേഴ്സൺ പ്രൊനൗൺസിന്റെ കൂടെ ഈ ഒരു മീനിങ്ങിൽ നിങ്ങൾക്ക് ഷുഡ് ഉപയോഗിക്കാം. ചെയ്യും, ചെയ്തേനെ, ചെയ്യാം എന്നെല്ലാം പറയാം. പക്ഷെ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നവര് ആ ഒരു മീനിങ്ങിൽ വുഡ് തന്നെ ഉപയോഗിക്കുക, ഷുഡ് ഉപയോഗിക്കേണ്ട. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ നീന്താൻ പോവുമായിരുന്നു. പാസ്റ്റ് ഹാബിറ്റ് ആണ് അല്ലെ, പാസ്റ്റിൽ ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഷുഡ് അല്ല, വുഡ് ആണ്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ, വെൻ വി വർ കിഡ്സ് അല്ലെങ്കിൽ വെൻ വി വർ ചിൽഡ്രൻ, ഞങ്ങൾ നീന്താൻ പോവുമായിരുന്നു. വി വുഡ് ഗോ സ്വിമ്മിങ് എവറി വീക്കെൻഡ്, എല്ലാ വീക്കെൻഡിലും, എവറി വീക്കെൻഡ്. വെൻ വി വർ കിഡ്സ്, വി വുഡ് ഗോ സ്വിമ്മിങ് എവറി വീക്കെൻഡ്. ഇവിടെ വുഡിന് പകരം നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. വി യൂസ് ടു ഗോ സ്വിമ്മിങ് എവറി വീക്കെൻഡ് എന്നും പറയാം. പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യുമായിരുന്നു എന്നാണ് നമുക്കിവിടെ പറയേണ്ടത്. ഒരു പാസ്റ്റ് ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാൻ വുഡ് ഉപയോഗിക്കുക, ഷുഡ് ഉപയോഗിക്കരുത്. അവൾ അവളോട് തന്നെ സംസാരിച്ചുകൊണ്ട് മണിക്കൂറുകൾ ചിലവഴിക്കുമായിരുന്നു.
She would spend hours talking to herself. She would spend hours talking to herself. ഇവിടെ should ഉപയോഗിക്കരുത്. പാസ്റ്റിലെ ഒരു ഹാബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ എഴുതിയത് ചിലവഴിക്കും എന്നാണ്. ചിലവഴിക്കുമായിരുന്നു, അതാണ് പറയേണ്ടിയിരുന്നത്. She would spend hours talking to herself. അവൾ അവളോട് തന്നെ സംസാരിച്ച് മണിക്കൂറുകൾ ചിലവഴിക്കുമായിരുന്നു. സ്പീക്ക്, ടോക്ക്, ഈ രണ്ട് വേർബ്സിന് ശേഷം to എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. She would spend hours talking to herself. ഇവിടെ should ഉപയോഗിക്കരുത്, would തന്നെ ഉപയോഗിക്കുക. പ്രസന്റിലുള്ള ഹാബിറ്റ് ആണെങ്കിൽ നമുക്കിവിടെ will ഉപയോഗിക്കാം. She will spend hours എന്ന് പറയാം. ഇത് പാസ്റ്റ് ഹാബിറ്റ് ആയതുകൊണ്ടാണ് would ഉപയോഗിക്കുന്നത്. Why not? എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തുകൊണ്ടില്ല. ഞാൻ എൻ്റെ ജോലി രാജിവെക്കുകയാണ്. ഐ എം റിസൈനിങ് മൈ ജോബ്. റിസൈനിങ് ഫ്രം മൈ ജോബ് എന്നും പറയാം. ആ പ്രിപ്പോസിഷൻ വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാവുന്നതാണ്. ഐ എം റിസൈനിങ് മൈ ജോബ്. എന്തുകൊണ്ട്? വൈ. ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണല്ലേ. ഇങ്ങനെ അഫർമേറ്റീവ് സെന്റൻസിന് ശേഷം പിന്നെ വരിക വൈ ആണ്. എന്തുകൊണ്ട്? വൈ. നാളെ വൈകുന്നേരം എനിക്ക് പറ്റില്ല. കാണാൻ വരാനോ അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. ഐ കാൺ മാനേജ് ടുമോറോ ഈവനിങ്. ഐ കാൺ മാനേജ് ടുമോറോ ഈവനിങ്. എനിക്ക് നാളെ വൈകുന്നേരം അസൗകര്യമുണ്ട് എന്നർത്ഥം. എന്തുകൊണ്ടില്ല, ഇത് നെഗറ്റീവ് സെന്റൻസ് അല്ലേ. ഇനി ഇതിന് ശേഷം വൈ അല്ല നമ്മൾ ഉപയോഗിക്കുക, വൈ നോട്ട് ആണ് ഉപയോഗിക്കുക. വൈ നോട്ട്, എന്തുകൊണ്ടില്ല, എന്തുകൊണ്ട് നാളെ വരാൻ സാധിക്കില്ല. നെഗറ്റീവ് സെന്റൻസസിന് ശേഷം വൈ നോട്ട് ഉപയോഗിക്കുക. അഫർമേറ്റീവ് സെന്റൻസിന് ശേഷം വൈ ഉപയോഗിക്കുക. നമുക്ക് ഒന്ന് നടക്കാൻ പോവാം. ഇത് അഫർമേറ്റീവ് സെന്റൻസ് തന്നെയാണ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. പോവാം, എന്തുകൊണ്ടില്ല. ഇവിടെ നമ്മൾ വൈ അല്ല ഉപയോഗിക്കുന്നത്. ഇവിടെ വൈ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തിന് നടക്കാൻ പോകണം എന്നൊരർത്ഥം വരും. നമുക്കതല്ല പറയേണ്ടത്. ശരി, പോവാമല്ലോ എന്നാണ് പറയേണ്ടത്. അതിന് യെസ്, വൈ നോട്ട് എന്ന് തന്നെ പറയാം. അഫർമേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ പോലും പിന്നീട് വരുന്നത് നമ്മൾ അവർ പറഞ്ഞ ആ നിർദ്ദേശത്തിനോട്, ആ സജഷനോട് നമ്മൾ യോജിക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഉപയോഗിക്കുക. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. നമുക്കൊന്ന് നടക്കാൻ പോവാം. യെസ്, വൈ നോട്ട്, എന്തുകൊണ്ട് പോയിക്കൂടാ. ലെറ്റ്സ് ഇൻവൈറ്റ് മീര ടു ദ പാർട്ടി. നമുക്ക് മീരയെ പാർട്ടിക്ക് ക്ഷണിക്കാം. യെസ്, വൈ നോട്ട്, എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ. ഇവിടെ വൈ എന്ന് ചോദിക്കരുത്. വൈ എന്ന് ചോദിച്ചാൽ എന്തിന് ക്ഷണിക്കണം എന്നർത്ഥം വരും. നമ്മൾ അവരോട് യോജിക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട് എന്ന് തന്നെ ചോദിക്കാം. യെസ്, വൈ നോട്ട്, എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഇനി ഇത് ചെയ്യാൻ നമുക്ക് മടിയുണ്ടെങ്കിൽ എന്തിന് ഞാൻ ചെയ്യണം എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് വൈ ഉപയോഗിക്കാം. വൈ ഷുഡ് ഐ, ഞാൻ എന്തിന് ചെയ്യണം. വൈ ഷുഡ് ഐ, ഇതത്ര പൊളൈറ്റ് ആയ ഒരു എക്സ്പ്രഷൻ അല്ല. ഞാൻ എന്തിന് ചെയ്യണം, ഞാൻ എന്തിന് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുതരണം. ഇവിടെ നമുക്ക് ഗെറ്റിന് പകരം ബ്രിങ് ഉപയോഗിക്കാവുന്നതാണ്. ബ്രിങ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. നിന്റെ തെറ്റിന് ഞാൻ വില കൊടുക്കേണ്ടി വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എന്തുകൊണ്ട്? വൈ. ഞാൻ വില കൊടുക്കേണ്ടി വരുന്നത്. വൈ ഐ ഷുഡ് ഹാവ് ടു പേ ഫോർ യുവർ മിസ്റ്റേക്ക്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ ഐ കാൺ അണ്ടർസ്റ്റാൻഡ്. വൈ ഐ ഷുഡ് ഹാവ് ടു പേ ഫോർ യുവർ മിസ്റ്റേക്ക്. ഇവിടെ ഐ ഷുഡ് എന്നാണ് പറഞ്ഞത്, ഷുഡ് ഐ എന്നല്ല പറയുന്നത്. കാരണം ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യനിൽ വൈ ഷുഡ് ഐ ഹാവ് ടു എന്ന് തന്നെയാണ് വരാം. ഇത് നമ്മൾ ആ ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കിയത് കൊണ്ടാണ് പിന്നെ വൈ ഐ ഷുഡ് ഹാവ് ടു എന്ന് പറയുന്നത്. ഹൂസ്, ഇതൊരു പൊസസീവ് പ്രൊനൗൺ ആണ്, ഒരു പൊസസീവ് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഹിസ്, ഹെർ, ദെയർ, അവർ ഇതുപോലുള്ള നൗൺസിന് പകരമായിട്ട് വരുന്ന ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂസ്. നീ ആരുടെ ഭാഗത്താണ്? ഹൂസ് സൈഡ് ആർ യു ഓൺ അല്ലെങ്കിൽ ഓൺ ഹൂസ് സൈഡ് ആർ യു. ഹൂസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്രിപ്പോസിഷൻ വേണമെങ്കിൽ അതിന് മുന്നിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ സെന്റൻസിന്റെ അവസാനം ഉപയോഗിക്കാം. രണ്ട് സ്ട്രക്ചറും പോസിബിൾ ആണ്. ഹൂസ് സൈഡ് ആർ യു ഓൺ, നീ ആരുടെ സൈഡിലാണ്, അല്ലെങ്കിൽ ഓൺ ഹൂസ് സൈഡ് ആർ യു, ആരുടെ ഭാഗത്താണ് നീ. ആരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ഈ മാറ്റം വരുത്തിയത്? ആരുടെ പ്രയോജനം? ഫോർ ഹൂസ് ബെനിഫിറ്റ് ഈ മാറ്റം വരുത്തിയത്. വാസ് ദിസ് ചേഞ്ച് മെയ്ഡ്? ഫോർ ഹൂസ് ബെനിഫിറ്റ് വാസ് ദിസ് ചേഞ്ച് മെയ്ഡ് അല്ലെങ്കിൽ ഹൂസ് ബെനിഫിറ്റ് വാസ് ദിസ് ചേഞ്ച് മെയ്ഡ് ഫോർ. ഇതുപോലത്തെ ലോങ് ആയ സെന്റൻസസിൽ പൊതുവെ ആ പ്രിപ്പോസിഷൻ അത് ഹൂസിന് മുന്നിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. ഷോർട്ട് സെന്റൻസസിൽ നമുക്ക് പ്രിപ്പോസിഷനെ അവസാനത്തേക്ക് മാറ്റാം. പക്ഷെ ഇതുപോലത്തെ ലോങ് സെന്റൻസസിൽ പ്രിപ്പോസിഷൻ ഹൂസിന്റെ മുന്നിൽ തന്നെ ഉപയോഗിക്കാം. ഫോർ ഹൂസ് ബെനിഫിറ്റ് വാസ് ദിസ് ചേഞ്ച് മെയ്ഡ്. ഞാനൊരു കാറ് വാങ്ങിക്കാൻ പോകുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ നമുക്ക് ഐ എം ഗോയിങ് ടു ഉപയോഗിക്കാം. ഐ എം ഗോയിങ് ടു ബൈ എ കാർ. ആരുടെ പണം കൊണ്ട്? വിത്ത് ഹൂസ് മണി. ആരുടെ പണം കൊണ്ട്? വിത്ത് ഹൂസ് മണി. ബൈസിക്കിൾ മോഷ്ടിക്കപ്പെട്ട കുട്ടി ടീച്ചറോട് പരാതി പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഹൂസ് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണെന്ന്. റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിച്ച് നമുക്ക് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യാൻ സാധിക്കും. കൺജങ്ഷൻസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ. രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. കൺജങ്ഷൻ രണ്ട് ക്ലോസുകളെ മിയർലി കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. വേറെ ഒരു റോളും ഒരു കൺജങ്ഷനും ഇല്ല.
റിലേറ്റീവ് പ്രൊനൗൺ അങ്ങനെയല്ല. അത് ആ റിലേറ്റീവ് ക്ലോസിന്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ആയി വരും. അതായത് പിന്നെ ആ റിലേറ്റീവ് ക്ലോസിൽ വേറെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. കുട്ടി ടീച്ചറോട് പരാതി പറഞ്ഞു. ദ ചൈൽഡ് അല്ലെങ്കിൽ ദ ബോയ് കംപ്ലൈൻഡ് ടു ദ ടീച്ചർ. അവന്റെ ബൈസിക്കിൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹിസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ. ഇതാണ് രണ്ട് സെന്റൻസസ്. ദ ബോയ് കംപ്ലൈൻഡ് ടു ദ ടീച്ചർ. ആ ആൺകുട്ടി ടീച്ചറോട് പരാതി പറഞ്ഞു. ഹിസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ. അവന്റെ ബൈസിക്കിൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാസീവ് വോയിസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം സൈക്കിൾ അല്ല ഇവിടെ മോഷ്ടിക്കുന്നത്. സൈക്കിൾ ഒന്നും ചെയ്യുന്നില്ല, സൈക്കിൾ മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്തത്. സംബഡി ഹാഡ് സ്റ്റോളൻ ഹിസ് ബൈസിക്കിൾ അല്ലെ. ആരോ അവന്റെ ബൈസിക്കിൾ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്റ്റീവ് വോയിസ്. ഇത് അതിന്റെ പാസീവ് ഫോം. ഹിസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ. ഹിസ് ബൈസിക്കിളിലെ ഹിസ് ഒരു പൊസസീവ് പ്രൊനൗൺ ആണ്. ഈ പൊസസീവ് പ്രൊനൗണിന് പകരം നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതിനെ ഒരു സെന്റൻസ് ആയി എഴുതാൻ സാധിക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം. ദ ബോയ് ഹൂസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ കംപ്ലൈൻഡ് ടു ദ ടീച്ചർ. ദ ബോയ് ഹൂസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ കംപ്ലൈൻഡ് ടു ദ ടീച്ചർ. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് ഹൂസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ ആണ്. ഹിസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളനിലെ ഹിസ് എന്ന പൊസസീവ് പ്രൊനൗണിന് പകരം ഹൂസ് എന്ന റിലേറ്റീവ് പൊസസീവ് പ്രൊനൗൺ ആണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു റിലേറ്റീവ് ക്ലോസ് എല്ലായ്പ്പോഴും ആരെക്കുറിച്ച് പറയുന്നോ ആ വ്യക്തിയെ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കുന്ന നൗണിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആണ് വരിക. അതിനുശേഷം തന്നെ വരണം. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ആ കുട്ടിയെ കുറിച്ചാണ് അല്ലെ. അതുകൊണ്ട് ബോയ് എന്ന നൗണിന് ശേഷമാണ് പിന്നെ റിലേറ്റീവ് ക്ലോസ് വന്നിട്ടുള്ളത്. ദ ബോയ് ഹൂസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ കംപ്ലൈൻഡ് ടു ദ ടീച്ചർ. ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് അതിലെ ആ മെയിൻ ക്ലോസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ദ ബോയ് കംപ്ലൈൻഡ് ടു ദ ടീച്ചർ അതാണ് മെയിൻ ക്ലോസ്. ആ മെയിൻ ക്ലോസിന് ഇടയിലാണ് ഈ റിലേറ്റീവ് ക്ലോസ് വരുന്നത്. ഹൂസ് ബൈസിക്കിൾ ഹാഡ് ബീൻ സ്റ്റോളൻ. ബൈസിക്കിൾ മോഷ്ടിക്കപ്പെട്ട കുട്ടി അവൻ ടീച്ചറോട് പരാതി പറഞ്ഞു. ഇനി ഇങ്ങനെ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ഒരു പ്രൊനൗൺ നമ്മൾ യൂസ് ചെയ്യരുത്. ദ ബോയ് ഹൂസ് ഹിസ് ബൈസിക്കിൾ എന്ന് പറയരുത്. ഹിസിന് പകരമാണ് ഇവിടെ നമ്മൾ ഹൂസ് ഉപയോഗിക്കുന്നത്. അവൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല. അവളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിച്ച് പറയാം. ഷി ഹാസ് റിട്ടൺ എ ബുക്ക്. അതിന്റെ പേര് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇറ്റ്സ് നെയിം. അതിന്റെ പേര് എനിക്കറിയില്ല. ഇറ്റ്സ് നെയിം അതിന്റെ പേര്. ഇറ്റ്സ് എന്ന പൊസസീവ് പ്രൊനൗണിന് പകരം നമുക്ക് ഹൂസ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ക്ലോസുകളെ നമുക്ക് കമ്പൈൻ ചെയ്യാനും സാധിക്കും. ഷി ഹാസ് റിട്ടൺ എ ബുക്ക് ഹൂസ് നെയിം ഐ ഡോണ്ട് റിമെമ്പർ. ഷി ഹാസ് റിട്ടൺ എ ബുക്ക് ഹൂസ് നെയിം ഐ ഡോണ്ട് റിമെമ്പർ. ബുക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് എന്ന നൗണിന് ശേഷമാണ് പിന്നെ റിലേറ്റീവ് ക്ലോസ് ആയ ഹൂസ് നെയിം ഐ ഡോണ്ട് റിമെമ്പർ വന്നത്. വേർഡ് ഓർഡറിൽ നമ്മൾ വ്യത്യാസം വരുത്തി. ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്സ് നെയിം. ആ സെന്റൻസിൽ ഇറ്റ്സ് നെയിം അവസാനമാണ് വന്നത്. ഈ റിലേറ്റീവ് ക്ലോസിൽ പക്ഷെ അത് ആദ്യമാണ് വരുന്നത്. ഷി ഹാസ് റിട്ടൺ എ ബുക്ക് ഹൂസ് നെയിം ഐ ഡോണ്ട് റിമെമ്പർ. ഇത് തന്നെ മറ്റൊരു രീതിയിലും നമുക്ക് പറയാം. ഷി ഹാസ് റിട്ടൺ എ ബുക്ക് ദ നെയിം ഓഫ് വിച്ച് ഐ ഡോണ്ട് റിമെമ്പർ. ഹൂസ് നെയിം എന്നതിന് പകരം നമ്മൾ ദ നെയിം ഓഫ് വിച്ച് എന്ന് പറഞ്ഞു. ഷി ഹാസ് റിട്ടൺ എ ബുക്ക് ദ നെയിം ഓഫ് വിച്ച് ഐ ഡോണ്ട് റിമെമ്പർ. ആ പുസ്തകത്തിന്റെ പേര്, അവൾ എഴുതിയ ആ പുസ്തകത്തിന്റെ പേര് എനിക്കറിയില്ല. നിന്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും അങ്ങനെ പെരുമാറാൻ നിനക്ക് ഒരു അവകാശവുമില്ല. നിന്റെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും എന്ന് പറയുമ്പോൾ വാട്ട് എവർ. എന്ത് തന്നെ ആയാലും വാട്ട് എവർ മേ ബി. നിന്റെ പ്രശ്നങ്ങൾ വാട്ട് എവർ മേ ബി യുവർ പ്രോബ്ലംസ് അല്ലെങ്കിൽ വാട്ട് എവർ യുവർ പ്രോബ്ലംസ് മേ ബി. അങ്ങനെ പെരുമാറാൻ നിനക്ക് ഒരു അവകാശവുമില്ല. യു ഹാവ് നോ റൈറ്റ് ടു ബിഹേവ് ലൈക്ക് ദാറ്റ്. വാട്ട് എവർ മേ ബി യുവർ പ്രോബ്ലംസ് അല്ലെങ്കിൽ വാട്ട് എവർ യുവർ പ്രോബ്ലംസ് മേ ബി. ഇവിടെ നമുക്ക് മേ ബി ഒമിറ്റ് ചെയ്യാവുന്നതാണ്. രണ്ട് വേർഡാണ്, ഒരു വേർഡല്ല. മേയും ബിയും രണ്ട് വേർഡാണ്. വാട്ട് എവർ മേ ബി യുവർ പ്രോബ്ലംസ് അല്ലെങ്കിൽ വാട്ട് എവർ യുവർ പ്രോബ്ലംസ് മേ ബി. വാട്ട് എവർ യുവർ പ്രോബ്ലംസ് എന്ന് മാത്രം പറഞ്ഞാലും മതി. യു ഹാവ് നോ റൈറ്റ് ടു ബിഹേവ് ലൈക്ക് ദാറ്റ്. നിനക്ക് അതുപോലെ പെരുമാറാൻ ഒരു അവകാശവുമില്ല. യു ഹാവ് നോ റൈറ്റ്. വാട്ട് എവർ എന്ന് പറയുന്നത് എന്ത് തന്നെയായാലും എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. വാട്ട് എന്ന് പറയുമ്പോൾ എന്ത് എന്ന അർത്ഥമാണുള്ളതെങ്കിൽ എന്ത് തന്നെയായാലും എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ വാട്ട് എവർ ഉപയോഗിക്കും. നിങ്ങളെ കാണുമ്പോഴെല്ലാം എനിക്ക് പരിഭ്രമം തോന്നുന്നു. ഐ ഫീൽ നെർവസ്. നിങ്ങളെ കാണുമ്പോഴെല്ലാം whenever I see you. I feel nervous whenever I see you. whenever എന്ന് പറയുമ്പോൾ അപ്പോഴെല്ലാം എന്നർത്ഥം. when എന്നതിന് അപ്പോൾ എന്നാണ് അർത്ഥമെങ്കിൽ whenever എന്നതിന് അപ്പോഴെല്ലാം എന്നർത്ഥമാണ്. നമ്മൾ എപ്പോൾ തുടങ്ങണം? when shall we start?
എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. വെനവർ യു ലൈക്ക് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെനവർ എന്ന് പറഞ്ഞാലും മതി. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. നീ ആര് തന്നെയായാലും ഞാൻ വാതിൽ തുറക്കാൻ പോകുന്നില്ല. ആര് തന്നെയായാലും, ഹൂ എവർ യു മേ ബി, ഞാൻ വാതിൽ തുറക്കാൻ പോകുന്നില്ല. ഐ എം നോട്ട് ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ. ഐ എം നോട്ട് ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ ഹൂ എവർ യു മേ ബി, അല്ലെങ്കിൽ യു ആർ, നീ ആര് തന്നെ ആയാലും ഞാൻ വാതിൽ തുറക്കാൻ പോകുന്നില്ല. ഹൂവർ യു മേ ബി എന്ന് പറഞ്ഞാലും ഹൂവർ യു ആർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. നീ ആര് തന്നെ ആയാലും, അതാണ് ആ ക്ലോസിന് അർത്ഥം. എനിക്ക് സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ എങ്ങനെ പറയും? എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. എന്ത്? സമയം ഉണ്ടാവുമോ എന്ന്. വിൽ ഐ ഹാവ് ടൈം, അല്ലെ? എനിക്ക് സമയം ഉണ്ടാവുമോ, വിൽ ഐ ഹാവ് ടൈം. ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഒന്നുകിൽ യെസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. ഇങ്ങനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനെ മറ്റൊരു സെന്റൻസിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നമുക്ക് അവിടെ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കണം. ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് ഈ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക. ഒരു സ്റ്റേറ്റ്മെന്റിനെ മറ്റൊരു സെന്റൻസിനോട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ദാറ്റ് ആണ് ഉപയോഗിക്കുക, എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി. പക്ഷെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനെ നമ്മൾ മറ്റൊരു സെന്റൻസിനോട് ആഡ് ചെയ്യുമ്പോൾ എന്ന മീനിങ് ലഭിക്കാൻ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കും. രണ്ടും ഉപയോഗിക്കാം. രണ്ടിലേതെങ്കിലും ഒന്നേ ഉപയോഗിക്കാവൂ. വെദർ കുറച്ചുകൂടി ഫോർമലാണ്, ഇഫ് ഇൻഫോർമൽ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ഹാവ് ടൈം, അല്ലെങ്കിൽ വെദർ ഐ വിൽ ഹാവ് ടൈം. പിന്നെ വിൽ ഐ ഹാവ് എന്ന് പറയരുത്, ഐ വിൽ ഹാവ്. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല എന്നാണ്. അറിയില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് നോ എന്ന് തന്നെ പറയാം. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ഹാവ് ടൈം. എനിക്ക് സമയം ഉണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ വിൽ ഹാവ് ടൈം, അല്ലെങ്കിൽ വെദർ ഐ വിൽ ഹാവ് ടൈം. അവളുടെ പക്കൽ എനിക്ക് വല്ല കത്തുകളും ഉണ്ടോ എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹെർ. എന്താ ചോദിച്ചത്? നിന്റെ കയ്യിൽ എനിക്കുള്ള വല്ല ലെറ്റേഴ്സും ഉണ്ടോ? ഡു യു ഹാവ് എനി ലെറ്റേഴ്സ് ഫോർ മീ, അതല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എനി ലെറ്റേഴ്സ് ഫോർ മീ എന്നും ചോദിക്കാം. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഈ രണ്ട് സെന്റൻസസിനെയും കമ്പൈൻ ചെയ്യണം. ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ പിന്നെ അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയി മാറും. ഞാൻ അവളോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. ഡു യു ഹാവ് എനി ലെറ്റേഴ്സ് ഫോർ മീ എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. പിന്നെ നമ്മൾ അതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്കാണ് മാറ്റുന്നത്. ഐ ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ, അല്ലെങ്കിൽ വെദർ ഷീ ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഐ ആസ്ക്ഡ് സിമ്പിൾ പാസ്റ്റ് ആയത് കാരണം പിന്നെ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസിലും പാസ്റ്റ് ടെൻസ് തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ പിന്നെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുന്നത്. ഷീ ഹാഡ് എനി ലെറ്റേഴ്സ് ഫോർ മീ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. ഹാഡിന് ശേഷം V3 വരുമ്പോൾ മാത്രമാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറുന്നത്. ഞങ്ങളൊരു പുതിയ കാർ വാങ്ങിക്കണോ എന്നതിനെ കുറിച്ച് ഒരു വലിയ വാദപ്രതിവാദം ഉണ്ടായി. ആർഗ്യുമെന്റ്. ഒരു വാദപ്രതിവാദം ഉണ്ടായി. ദർ വാസ് എ ബിഗ് ആർഗ്യുമെന്റ്. കാർ വാങ്ങിക്കണോ എന്നതിനെ കുറിച്ച്. എബൌട്ട് വെദർ വി ഷുഡ് ബൈ എ ബിഗ് കാർ. There was a big argument about whether we should buy a new car. ഒരു പുതിയ കാർ വാങ്ങിക്കണോ എന്നതിനെ കുറിച്ച് വലിയൊരു ആർഗ്യുമെന്റ് ഉണ്ടായി. ഇവിടെ നമ്മൾ if ഉപയോഗിക്കില്ല. About ഒരു പ്രിപ്പോസിഷൻ ആണ്. ഒരു പ്രിപ്പോസിഷന് ശേഷം പൊതുവെ നമ്മൾ weather ആണ് യൂസ് ചെയ്യാം. There was a big argument about whether we should buy a new car. If we should buy a new car അല്ല. ഇനി if ഉപയോഗിച്ചാൽ അത് വലിയ മിസ്റ്റേക്ക് ആണ് എന്നല്ല, പക്ഷെ പൊതുവെ പ്രിപ്പോസിഷൻസിന് ശേഷം weather ആണ് യൂസ് ചെയ്യാറ്, if അല്ല. നീ എന്നോട് സംസാരിക്കുന്ന രീതി എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. എന്ത്? നീ എന്നോട് സംസാരിക്കുന്ന രീതി ദ വേ യു ടോക്ക് ടു മീ. ഐ ഡോണ്ട് ലൈക്ക് ദ വേ യു ടോക്ക് ടു മീ. ഇവിടെ ദ വേക്ക് ശേഷം ഇതൊരു റിലേറ്റീവ് ക്ലോസ് തന്നെയാണ്. ഇവിടെ വേക്ക് ശേഷം നമുക്ക് ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻ വിച്ച് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. രണ്ടും ഒമിറ്റ് ചെയ്യാവുന്നതാണ്. ഐ ഡോണ്ട് ലൈക്ക് ദ വേ ഇൻ വിച്ച് യു ടോക്ക് ടു മീ. നീ എന്നോട് സംസാരിക്കുന്ന ആ രീതി അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ദ വേ ദാറ്റ് യു ടോക്ക് ടു മീ. രണ്ടും ഒമിറ്റ് ചെയ്യാവുന്നതാണ്. ഐ ഡോണ്ട് ലൈക്ക് ദ വേ യു ടോക്ക് ടു മീ അത്രയും പറഞ്ഞാൽ മതി. നമ്മൾ ഇന്നലെ പോയ വഴിക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഇന്നലെ പോയ വഴിക്ക് ദ വേ വി വെന്റ് യെസ്റ്റർഡേ. ലെറ്റ്സ് ഗോ ദ വേ ബൈ വിച്ച്. അവിടെ നിർബന്ധമില്ല, അത് നമുക്ക് ഒമിറ്റ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് ഗോ ദ വേ വി വെന്റ് യെസ്റ്റർഡേ. ഇന്നലെ പോയ വഴിക്ക് തന്നെ നമുക്ക് ഇന്നും പോവാം. ദ വേ വി വെന്റ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഇന്നലെ പോയ വഴിക്ക്. അവൾ കള്ളം പറയുകയായിരുന്നു എന്ന് തെളിയിക്കാൻ ഒരു വഴിയുമില്ല. ദർ ഇസ് നോ വേ. ഈ എക്സ്പ്രഷന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാവുന്നതാണ്, ING ഫോം ഉപയോഗിക്കാവുന്നതാണ്. മീനിങ്ങിൽ ഡിഫറൻസ് ഇല്ല.
There is no way of proving that she was lying. അല്ലെങ്കിൽ there is no way to prove that she was lying. അവൾ കള്ളം പറയുകയായിരുന്നു എന്ന് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല. There is no way of proving that she was lying. ദയവായി മാറി നിൽക്കൂ. പ്ലീസ് മൂവ് അസൈഡ്. സൈഡിലേക്ക് നിൽക്കൂ. നിങ്ങൾ എൻ്റെ വഴിയിലാണ്. നമ്മളെ ഒരാൾ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പറയാൻ, അതായത് അവർ നമുക്ക് പോവേണ്ട വഴിയിലാണ് അവർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഇൻ ദ വേ. നിങ്ങൾ എൻ്റെ വഴിയിലാണ്. യു ആർ ഇൻ മൈ വേ. പ്ലീസ് മൂവ് അസൈഡ്. യു ആർ ഇൻ മൈ വേ. നിങ്ങൾ എൻ്റെ വഴിയിലാണ്. എന്നെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങൾ വഴി തടഞ്ഞിരിക്കുകയാണ്. യു ആർ ഇൻ മൈ വേ. ഐ കുഡിൻറ്റ് ഗെറ്റ് മൈ കാർ ഔട്ട് ബിക്കോസ് ദെയർ കാർ വാസ് ഇൻ ദ വേ. എനിക്ക് എൻ്റെ കാറ് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം അവരുടെ കാറ് ആ വഴി ബ്ലോക്ക് ചെയ്ത് കിടപ്പുണ്ടായിരുന്നു. ഐ കുഡിൻറ്റ് ഗെറ്റ് മൈ കാർ ഔട്ട് ബിക്കോസ് ദെയർ കാർ വാസ് ഇൻ ദ വേ. ഇവിടെ ഇൻ എന്ന് തന്നെ വേണം പറയാൻ, ഓൺ ഉപയോഗിക്കരുത്. ഇൻ ദ വേ എന്ന് പറയുമ്പോൾ തടസ്സപ്പെടുത്തിയിട്ട്, വഴി തടസ്സപ്പെടുത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളെ കുറിച്ച് പറയാനാണ് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. തണുപ്പ് കാലം വരുന്നു. എന്തെങ്കിലും ഒന്ന് വരുന്നു, കമ്മിങ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഓൺ ദ വേ ഉപയോഗിക്കാം. വിന്റർ ഈസ് ഓൺ ദ വേ. വിന്റർ ഈസ് കമ്മിങ് എന്ന് പറയുന്നതിന് പകരമാണ് വിന്റർ ഈസ് ഓൺ ദ വേ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്, ഇന്നല്ല. വിന്റർ ഈസ് ഓൺ ദ വേ. അവൾക്ക് 4 കുട്ടികളുണ്ട്. ഷി ഹാസ് ഗോട്ട് 4 ചിൽഡ്രൻ. ഒരാൾ കൂടി വരാൻ പോകുന്നു. ഷീ ഈസ് ഗോയിങ് ടു ഹാവ് അനദർ ബേബി എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അനദർ വൺ ഈസ് ഓൺ ദ വേ. ഷി ഹാസ് ഗോട്ട് 4 ചിൽഡ്രൻ ആൻഡ് അനദർ വൺ ഈസ് ഓൺ ദ വേ. 5ാമതൊരാൾ കൂടി വരാൻ പോകുന്നു. അനദർ ബേബി ഈസ് ഓൺ ദ വേ. പോകുന്ന വഴിക്ക് നമുക്ക് ലഞ്ച് കഴിക്കാം. യാത്രക്കിടയിൽ, അതിനെക്കുറിച്ച് പറയാനും നമുക്ക് ഓൺ ദ വേ ഉപയോഗിക്കാം. ട്രാവൽ ചെയ്യുന്നതിനിടയിൽ എന്ന് പറയുന്നത് നമുക്ക് ഓൺ ദ ഗോ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം, ഓൺ ദ വേയും ഉപയോഗിക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് ലഞ്ച് കഴിക്കാം. ലെറ്റ്സ് ഹാവ് ലഞ്ച് ഓൺ ദ വേ, അല്ലെങ്കിൽ വി ക്യാൻ ഹാവ് ലഞ്ച് ഓൺ ദ വേ. പോകുന്ന വഴിക്ക്. വി വിൽ ഹാവ് ലഞ്ച് ഓൺ ദ വേ. നമുക്ക് പോകുന്ന വഴിക്ക് ലഞ്ച് കഴിക്കാം. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കാറ് കേടുവന്നു. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹോം, അല്ലെങ്കിൽ ഓൺ ദ വേ ഹോം. ഓൺ മൈ വേ ഹോം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നർത്ഥം. ദ കാർ ബ്രോക്ക് ഡൗൺ ഓൺ മൈ വേ ഹോം. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എൻ്റെ കാറ് കേടുവന്നു. പുറത്തേക്ക് പോകുന്ന വഴിക്ക് ദയവായി വാതിലടയ്ക്കും. നമ്മുടെ റൂമിൽ വന്ന് ആ റൂമിൽ നിന്ന് പോകുന്ന ഒരാളോട്, ഓഫീസിലും മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പോകുന്ന വഴിക്ക് ആ വാതിൽ അടച്ചിട്ട് പോകണോ എന്ന് പറയണമെന്ന് കരുതാം. അത് നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. പ്ലീസ് ക്ലോസ് ദ ഡോർ ഓൺ യുവർ വേ ഔട്ട്. പ്ലീസ് ക്ലോസ് ദ ഡോർ ഓൺ യുവർ വേ ഔട്ട്. നിങ്ങൾ പുറത്തു പോകുന്ന വഴിക്ക്, അതായത് വാതിൽ അടച്ചിട്ട് പോകൂ. പ്ലീസ് ക്ലോസ് ദ ഡോർ ഓൺ യുവർ വേ ഔട്ട്. അവളുടെ മറുപടിക്കായി ഞാൻ ഒരുപാട് കാലം കാത്തുനിന്നു. ഐ വെയിറ്റഡ് എ ലോങ് ടൈം ഫോർ ഹെർ റിപ്ലൈ. നമുക്ക് വെയിറ്റിന് ശേഷം ഒരു ടൈം എക്സ്പ്രഷൻ ആണ് വരുന്നതെങ്കിൽ ഫോർ നിർബന്ധമില്ല. ഐ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം എന്നും പറയാം, ഐ വെയിറ്റഡ് എ ലോങ് ടൈം എന്നും പറയാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours എന്നും പറയാം, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് 2 hours എന്നും പറയാം. ടൈം എക്സ്പ്രഷന് മുന്നിൽ വെയിറ്റിന് ശേഷം ഫോർ എന്ന പ്രിപ്പോസിഷൻ നിർബന്ധമില്ല. മറ്റ് സാഹചര്യങ്ങളിൽ പക്ഷേ വെയിറ്റിന് ശേഷം ഫോർ നിർബന്ധമാണ്. അവളുടെ മറുപടിക്കായി ഞാൻ ഒരുപാട് നേരം കാത്തുനിന്നു. ഐ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം, അല്ലെങ്കിൽ ഐ വെയിറ്റഡ് എ ലോങ് ടൈം ഫോർ ഹെർ ആൻസർ, അല്ലെങ്കിൽ ഫോർ ഹെർ റിപ്ലൈ. അവളുടെ മറുപടിക്കായി ഞാൻ കാത്തുനിന്നു. പ്ലീസ് വെയിറ്റ് ഫോർ മീ. മീ ഒരു ടൈം എക്സ്പ്രഷൻ അല്ല, ഒരു പ്രൊനൗൺ ആണ്. അതിനു മുന്നിൽ നമുക്ക് ഫോർ എന്ന പ്രിപ്പോസിഷൻ നിർബന്ധമാണ്. പ്ലീസ് വെയിറ്റ് മീ എന്ന് പറഞ്ഞാൽ പോരാ, പ്ലീസ് വെയിറ്റ് ഫോർ മീ എന്ന് തന്നെ വേണം പറയാൻ. ഡിന്നർ റെഡി ആവാൻ ഞങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. വി ഹാഡ് ടു വെയിറ്റ്. ഡിന്നർ റെഡി ആവാൻ, ഫോർ ഡിന്നർ ടു ബി റെഡി. വി ഹാഡ് ടു വെയിറ്റ് ഫോർ ഡിന്നർ ടു ബി റെഡി. ഡിന്നർ റെഡി ആവാൻ ഞങ്ങൾക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. വി ഹാഡ് ടു വെയിറ്റ് ഡിന്നർ ടു ബി റെഡി പോരാ, ഫോർ എവിടെയും വേണം. അയാൾ അയാളുടെ ഭാര്യയുടെ പിറന്നാളിന് അവൾക്കൊരു വജ്രമോതിരം നൽകി. ചില വേർബ്സിന് ശേഷം 2 ഒബ്ജക്ട്സ് കാണും. നമ്മളിത് ഇതിനു മുമ്പുള്ള പല ലെസൺസിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ആദ്യം ഒന്നുകൂടി പറയുകയാണ്. അയാൾ അയാളുടെ ഭാര്യയുടെ പിറന്നാളിന് അവൾക്ക് ഒരു വജ്രമോതിരം നൽകി. ഹി ഗേവ് ഹിസ് വൈഫ് എ ഡയമണ്ട് റിംഗ് ഫോർ ഹെർ ബർത്ത്ഡേ. ഹി ഗേവ് ഹിസ് വൈഫ്, അയാൾ അയാളുടെ ഭാര്യയ്ക്ക് നൽകി. എന്ത്? എ ഡയമണ്ട് റിംഗ്. പിറന്നാളിന്, ഫോർ ഹെർ ബർത്ത്ഡേ. പിറന്നാളിന് എന്ന് പറയാൻ ബർത്ത്ഡേ മാത്രം പോരാ, ഫോർ ബർത്ത്ഡേ എന്ന് തന്നെ വേണം പറയാൻ. ഹി ഗേവ് ഹിസ് വൈഫ് എ ഡയമണ്ട് റിംഗ് ഫോർ ഹെർ ബർത്ത്ഡേ. ഇവിടെ ഗേവ് എന്ന വെർബിന് 2 ഒബ്ജക്റ്റ് ഉണ്ട്. വൈഫ്, അതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. വ്യക്തിയാണ് എപ്പോഴും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്.
വസ്തു അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഡയമണ്ട് റിംഗ് അതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. നോർമലി ഇങ്ങനെ രണ്ട് ഒബ്ജക്ട്സ് വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അതായത് ആ വ്യക്തി അത് ആദ്യം വരും, വസ്തു അത് പിന്നീട് വരും, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അതിന് ശേഷം വരും. നമുക്ക് ഈ വേർഡ് ഓർഡർ മാറ്റാവുന്നതാണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റിനെ ആദ്യം ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ പിന്നെ അവിടെ ടു അല്ലെങ്കിൽ ഫോർ എന്നൊരു പ്രിപ്പോസിഷൻ വേണ്ടി വരും. നമുക്കിത് ഇങ്ങനെയും പറയാം. He gave a diamond ring to his wife for her birthday. He gave a diamond ring to his wife. അയാളുടെ ഭാര്യയ്ക്ക് അവളുടെ പിറന്നാളിന് ഒരു ഡയമണ്ട് റിംഗ് നൽകി. റിംഗ് ആദ്യം വന്നു കഴിഞ്ഞ് വൈഫ് പിന്നീട് വരുമ്പോൾ അതിന് രണ്ടിനും ഇടയിൽ ടു എന്ന പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ആ റിപ്പോർട്ട് എനിക്ക് അയക്കാമോ? ക്യാൻ യു സെൻഡ് മീ ദ റിപ്പോർട്ട്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി മീ ആദ്യം വന്നു, ഡയറക്റ്റ് ഒബ്ജക്റ്റായ റിപ്പോർട്ട് അതിന് ശേഷം വന്നു. മറ്റൊരു രീതിയിലും പറയാം. ക്യാൻ യു സെൻഡ് ദ റിപ്പോർട്ട് ടു മീ? ക്യാൻ യു സെൻഡ് ദ റിപ്പോർട്ട് ടു മീ? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരുമ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഇതിന് രണ്ടിനും ഇടയിൽ ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. വേണ്ടി എന്ന അർത്ഥമാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫോർ എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുക, ടു എന്ന പ്രിപ്പോസിഷൻ അല്ല. എനിക്ക് ഇതൊന്ന് വിശദീകരിച്ച് തരാൻ നിനക്ക് കഴിയുമോ? നോർമലി ഒരു വെർബിന് രണ്ട് ഒബ്ജക്ട്സ് വരുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം പിന്നീട് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, അതാണ് വേർഡ് ഓർഡർ. പക്ഷെ ചില വേർബ്സിന് ശേഷം അങ്ങനെയല്ല. നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം ഉപയോഗിക്കും, പിന്നീടാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുക. അതങ്ങനെ തന്നെയേ ഉപയോഗിക്കാൻ സാധിക്കൂ, വേർഡ് ഓർഡർ മാറ്റാൻ സാധിക്കില്ല. എക്സ്പ്ലെയിൻ അതുപോലുള്ളൊരു വെർബാണ്. എനിക്ക് ഇതൊന്ന് വിശദീകരിച്ച് തരാൻ നിനക്ക് കഴിയുമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ? ക്യാൻ യു എക്സ്പ്ലെയിൻ മീ ദിസ് എന്ന് പറയരുത്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ? ഡയറക്റ്റ് ഒബ്ജക്റ്റായി ദിസ് ആദ്യം വന്നു, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി മീ അവസാനം വന്നു, ഇടയിൽ പ്രിപ്പോസിഷനും ഉണ്ട്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദിസ് ടു മീ? നിനക്ക് ഇതെന്ന് എനിക്ക് വിശദീകരിച്ച് തരാൻ കഴിയുമോ? എനിക്ക് ഒരു നല്ല ഡോക്ടറെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്കാവുമോ? സജസ്റ്റ് ഇതുപോലൊരു വെർബാണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം വരിക, അതിനുശേഷമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരിക. ഇവർക്കിടയിൽ ടു എന്ന പ്രിപ്പോസിഷനും വരും. ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് ഡോക്ടർ ടു മീ? ക്യാൻ യു സജസ്റ്റ് മീ എ ഗുഡ് ഡോക്ടർ അല്ല, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് ഡോക്ടർ ടു മീ? എനിക്കൊരു നല്ല ഡോക്ടറെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്കാവുമോ? പ്ലീസ് ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം ടു അസ്. പ്ലീസ് ഡിസ്ക്രൈബ് അസ് യുവർ പ്രോബ്ലം അല്ല, പ്ലീസ് ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം ടു അസ്. സജസ്റ്റ്, ഡിസ്ക്രൈബ്, എക്സ്പ്ലെയിൻ ഈ വേർബ്സിനെല്ലാം ശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം വരിക, പിന്നെ അതിന് ശേഷമാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരാറ്. ചില വേർബ്സിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രം ഉപയോഗിക്കാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രം ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിക്കാം. റൈറ്റ് അതുപോലുള്ളൊരു വെർബാണ്. ഐ റോട്ട് എ ലെറ്റർ. ഇവിടെ വന്നിട്ടുള്ളത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമാണ്. ഇടയിൽ പ്രിപ്പോസിഷൻസ് ഒന്നുമില്ല. വെർബിനും അതിൻ്റെ ഒബ്ജക്റ്റിനും ഇടയിൽ ഒന്നും വരില്ല. ഐ റോട്ട് ഹിം എ ലെറ്റർ. ഞാൻ അവനൊരു കത്തെഴുതി. ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വന്നു, പിന്നീട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നു. ഇനി ഡയറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ ഇല്ല എന്ന് കരുതുക, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ വെർബിനും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനും ഇടയിൽ ടു എന്ന പ്രിപ്പോസിഷൻ വരും. ഇത് റൈറ്റ് എന്ന വെർബിന്റെ പ്രത്യേകതയാണ്. ഐ റോട്ട് ഹിം എന്ന് പറയരുത്, ഐ റോട്ട് ടു ഹിം. ഐ റോട്ട് എ ലെറ്റർ ടു ഹിം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം പിന്നീട് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരികയാണെങ്കിലും ഈ പ്രിപ്പോസിഷൻ വേണം. അതായത് റൈറ്റ് എന്ന വെർബിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമായി ഉപയോഗിക്കാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമായി ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി ഉപയോഗിക്കുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരും, പിന്നീട് ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരും. പ്രിപ്പോസിഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ആദ്യം വന്നതെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനും ഡയറക്റ്റ് ഒബ്ജക്റ്റിനും ഇടയിൽ ടു എന്ന പ്രിപ്പോസിഷൻ വരും. ഐ റോട്ട് എ ലെറ്റർ ടു ഹിം. ഞാൻ അവനൊരു ലെറ്റർ എഴുതി. ഡയറക്റ്റ് ഒബ്ജക്റ്റ് അവിടെ ഇല്ല എന്ന് കരുതുക. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അതായത് ആർക്കാണ് എഴുതിയത് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അവിടെ പ്രിപ്പോസിഷൻ ടു വേണം. ഐ റോട്ട് ടു ഹിം എന്നാണ് പറയുക, ഐ റോട്ട് ഹിം എന്ന് പറയരുത്. പക്ഷെ അതിന് മുകളിലത്തെ സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്, ലെറ്റർ ആണ് എഴുതിയത്. ഐ റോട്ട് ഹിം എ ലെറ്റർ. ഞാൻ അവന് ഒരു കത്ത് എഴുതി. അങ്ങനെ വരുമ്പോൾ ഐ റോട്ട് ടു ഹിം എ ലെറ്റർ എന്ന് പറയണ്ട, ഐ റോട്ട് ഹിം എ ലെറ്റർ. പക്ഷെ ആ ലെറ്റർ അവിടെ ഇല്ലെങ്കിൽ ഐ റോട്ട് ടു ഹിം, ഞാൻ അവന് എഴുതി. ആസ്ക് ഇതുപോലത്തെ മറ്റൊരു വെർബാണ്. ഇതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാം. ഐ ആസ്ക്ഡ് ഹിം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. ഐ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, പ്രിപ്പോസിഷൻസ് ഒന്നും എവിടെയില്ല. ഐ ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്, ഡയറക്റ്റ് ഒബ്ജക്റ്റും ഉണ്ട്. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വന്നു, ഡയറക്റ്റ് ഒബ്ജക്റ്റ് അതിന് ശേഷം വന്നു. നമുക്കിതിൻ്റെ പൊസിഷൻ വേണമെങ്കിൽ മാറ്റാം. അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വരാം,
പിന്നീട് അതിനുശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. നോർമലി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ടു അല്ലെങ്കിൽ ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും അല്ലേ. ആസ്കിന് ശേഷം ടുവോ ഫോറോ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഓഫ് ഉപയോഗിക്കാം. ഐ വോണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഓഫ് ദാറ്റ് വുമൺ. എനിക്ക് ആ സ്ത്രീയോട് ഒരു ചോദ്യം ചോദിക്കണം. ഐ വോണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ടു ദാറ്റ് വുമൺ അല്ല, ഓഫ് ദാറ്റ് വുമൺ. ഇത് കോമൺ ആയ ഒരു സ്ട്രക്ചർ ഒന്നുമല്ല. പിന്നെ ഇതിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സെന്റൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെ ടൂവും ഫോറും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഓഫ് ആണ്. ഐ വോണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ ഓഫ് ദാറ്റ് വുമൺ. എനിക്ക് ആ സ്ത്രീയോട് ഒരു ചോദ്യം ചോദിക്കണം. ഐ ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യം വന്നപ്പോൾ പിന്നെ അവിടെ പ്രിപ്പോസിഷൻ ഒന്നുമില്ല. ഐ ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. ഐ ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ ടു ഹിം എന്ന് പറയരുത്. വേണമെങ്കിൽ നമുക്കിവിടെ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഡയറക്റ്റ് ഒബ്ജക്റ്റിന് ശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിന് മുന്നിലായിട്ട്. ഷീ ആസ്ക്ഡ് മീ എ ഫേവർ. അവൾ എന്നോട് ഒരു സഹായം, ഒരു ഉപകാരം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഷീ ആസ്ക്ഡ് മീ എ ഫേവർ. ആസ്കിന് ശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റായി മീ വന്നു, പിന്നെ അതിനുശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റായി ഫേവർ വന്നു. പ്രിപ്പോസിഷൻ ഒന്നുമില്ല. ഇതിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഷി ഹാസ് നെവർ ആസ്ക്ഡ് എ ഫേവർ ഓഫ് എനിബഡി. അവൾ അവളുടെ ജീവിതത്തിൽ ആരിൽ നിന്നും ഒരു സഹായവും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ഉപകാരവും ആവശ്യപ്പെട്ടിട്ടില്ല. ഷി ഹാസ് നെവർ ആസ്ക്ഡ് എ ഫേവർ ഓഫ് എനിബഡി. എ ഫേവർ ടു എനിബഡിയോ എ ഫേവർ ഫോർ എനിബഡിയോ അല്ല, എ ഫേവർ ഓഫ് എനിബഡി. ആസ്കിന് ശേഷം ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആദ്യവും പിന്നെ അതിനുശേഷം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും വരുമ്പോൾ അതിനിടയിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്, ഫോറോ ടുവോ അല്ല. ഈ സ്ട്രക്ചർ അത്ര കോമണും അല്ല. നീ ഇവിടെ വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കും. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രണ്ട് വേർഡ്സ് ആണ് അൺടിൽ, അതുപോലെ തന്നെ അപ് ടു. അൺടിൽ സമയത്തിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്, കൺജങ്ഷൻ ആണ്, പ്രിപ്പോസിഷനായും യൂസ് ചെയ്യും. അപ് ടു ഡിസ്റ്റൻസിനെ കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്, ദൂരത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടും മാറ്റി ഉപയോഗിക്കരുത്. നീ ഇവിടെ വരുന്നത് വരെ ഞാൻ കാത്തു നിൽക്കും. ഇവിടെ നമ്മൾ പറയുന്നത് സമയത്തിനെ കുറിച്ചാണ് അല്ലേ. ഞാൻ കാത്തു നിൽക്കും, ഐ വിൽ വെയിറ്റ്. നീ ഇവിടെ വരുന്നത് വരെ, അണ്ടിൽ യു ഗെറ്റ് ഹിയർ. നീ ഇവിടെ വരുന്നത് വരെ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. രണ്ടും ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. ഞാൻ കാത്തു നിൽക്കും എന്നതും ഭാവിയിലുള്ള കാര്യമാണ്, നീ വന്നിട്ടില്ല അതും ഭാവിയിൽ നടക്കാനുള്ള കാര്യമാണ്. ഇങ്ങനെ രണ്ട് കാര്യങ്ങളും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മെയിൻ ക്ലോസിൽ മാത്രമേ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കൂ. സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ വിൽ വെയിറ്റ് അണ്ടിൽ യു വിൽ ഗെറ്റ് ഹിയർ അല്ല, അണ്ടിൽ യു ഗെറ്റ് ഹിയർ. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ അണ്ടിലിന് ശേഷം ഉപയോഗിച്ചത്. ഇവിടെ അപ് ടു ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് ടിൽ ഉപയോഗിക്കാം. അത് കുറച്ചുകൂടി ഇൻഫോർമൽ ആണ്. ഐ വിൽ വെയിറ്റ് ടിൽ യു ഗെറ്റ് ഹിയർ. ഗെറ്റ് എന്ന വെർബിന് എത്തുക എന്നൊരു അർത്ഥമൊന്നുമില്ല. ഈ ഒരു മീനിങ്ങിൽ ഗെറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പൊതുവെ അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷൻ വരും. പക്ഷെ ഹിയർ, ദർ അതുപോലത്തെ ടൈം അഡ്വേർബ്സിന് മുന്നിൽ നമ്മൾ ടു യൂസ് ചെയ്യുന്നില്ല. ഐ വിൽ വെയിറ്റ് ഹിയർ അണ്ടിൽ യു ഗെറ്റ് ടു ഹിയർ എന്നല്ല പറയുന്നത്, അണ്ടിൽ യു ഗെറ്റ് ഹിയർ എന്ന് തന്നെയാണ്. ഇവിടെ നമുക്ക് ഗെറ്റിന് പകരം വേണമെങ്കിൽ റീച്ച് ഉപയോഗിക്കാം. അണ്ടിൽ യു റീച്ച് ഹിയർ. വി ഗോട്ട് ദർ ബൈ ബോട്ട്. ഞങ്ങൾ അവിടെ എത്തിയത് ബോട്ടിന് പോയിട്ടാണ്. വി ഗോട്ട് ദർ ബൈ ബോട്ട്. ഇവിടെയും വി ഗോട്ട് ടു ദർ എന്ന് പറയുന്നില്ല, വി ഗോട്ട് ദർ. ഞങ്ങൾ അവിടെ എത്തി ബൈ ബോട്ട്, ബോട്ടിന്. യു ക്യാൻ ഗെറ്റ് ടു ദ ഐലൻഡ് ബൈ ബോട്ട്. ഇവിടെ നമ്മൾ ഗെറ്റിന് ശേഷം ടു ഉപയോഗിച്ചു, കാരണം പിന്നെ അതിന് ശേഷം വന്നത് ഐലൻഡ് എന്ന നൗണാണ്. ഹിയർ, ദർ ഇതുപോലത്തെ ടൈം അഡ്വേർബ്സിന് മുന്നിൽ നമുക്ക് ഗെറ്റ് പറയേണ്ട ആവശ്യമില്ല, ഗെറ്റ് മതി. പക്ഷേ ഒരു പ്ലേസ് നെയിമിന് മുന്നിൽ നമ്മൾ ഗെറ്റ് ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഐ ഗോട്ട് ടു ദ എയർപോർട്ട് എന്നാണ് പറയുക, ഐ ഗോട്ട് ദ എയർപോർട്ട് അല്ല, ഐ ഗോട്ട് ടു ദ എയർപോർട്ട്. യു ക്യാൻ ഗെറ്റ് ടു ദ ഐലൻഡ് ബൈ ബോട്ട്. നിങ്ങൾക്ക് ആ ദ്വീപിലേക്ക് ബോട്ട് വഴി പോവാം. യു ക്യാൻ ഗെറ്റ് ടു ദ ഐലൻഡ്. ഗെറ്റ് ടു എന്നതിൻ്റെ ഏകദേശം സിമിലർ ആയ മീനിങ് വരുന്ന മറ്റു രണ്ട് വേർബ്സ് ആണ് അറൈവും റീച്ചും. റീച്ചിന് ശേഷം പ്രിപ്പോസിഷൻ എവിടെയും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അറൈവിന് ശേഷം സ്ഥലപ്പേരുകൾക്ക് മുന്നിൽ നമ്മൾ ഇൻ ഉപയോഗിക്കും. ഒരു സ്ഥാപനത്തിന്റെ പേരിന് മുന്നിൽ നമ്മൾ അറ്റ് ഉപയോഗിക്കും. വി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട്, എയർപോർട്ടിന് മുന്നിൽ അറ്റ്. വി അറൈവ്ഡ് ഇൻ ചെന്നൈ, ചെന്നൈ സ്ഥലപ്പേരാണ്, അതിന് മുന്നിൽ ഇന്ന്. ഈ മിനി ബസ്സിൽ 30 ആളുകൾ വരെ കൊള്ളും. 30 ആളുകൾക്ക് വരെ ഈ ബസ്സിൽ സ്ഥലമുണ്ട്. ദൂരത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ആ എക്സ്റ്റെൻഡ്, ആ ക്വാണ്ടിറ്റി, അതിനെക്കുറിച്ച് പറയാനും അപ് ടു ഉപയോഗിക്കാം. ദിസ് മിനി ബസ് ക്യാൻ ഹോൾഡ് അപ് ടു 30 പീപ്പിൾ. 30 ആളുകൾ വരെ, അപ് ടു 30 പീപ്പിൾ. ഇവിടെ അണ്ടിൽ ഉപയോഗിക്കരുത്. ദിസ് മിനി ബസ് ക്യാൻ ഹോൾഡ് അപ് ടു 30 പീപ്പിൾ. ഇവിടെ നമുക്ക് ഹോൾഡിന് പകരം വേണമെങ്കിൽ സീറ്റ് ഉപയോഗിക്കാം. സിറ്റ് അല്ല, സീറ്റ്.
ദിസ് മിനി ബസ് ക്യാൻ സീറ്റ് അപ് ടു 30 പീപ്പിൾ. 30 ആളുകൾക്ക് വരെ ഇരിക്കാനുള്ള സ്ഥലം ഈ ബസ്സിലുണ്ട്. എനിക്ക് ആ ഡ്രസ്സ് വാങ്ങിക്കണം. ഐ വോണ്ട് ടു ബൈ ദാറ്റ് ഡ്രസ്സ്. ഇത്തിരി വിവേകത്തോടെ ചിന്തിക്കുക, അല്പം പ്രാക്ടിക്കലായി ചിന്തിക്കുക. ഇത് നമ്മൾ എങ്ങനെ പറയും? ബി സെൻസിബിൾ. സെൻസിറ്റീവ് അല്ല, ബി സെൻസിബിൾ. നമ്മുടെ കയ്യിൽ അത്രയും പണമില്ല. വി ഹാവൻ ഗോട്ട് ദാറ്റ് മച്ച് മണി. അത്രയും പണം എന്ന് പറയുമ്പോൾ ദാറ്റ് മച്ച് മണി. മണി അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന മച്ച് എന്ന ഡിറ്റർമിനർ ആണ്. കൗണ്ടബിൾ ആയ വസ്തുക്കളെ കുറിച്ച് പറയുമ്പോൾ മെനിയാണ് യൂസ് ചെയ്യുക. ഐ വാണ്ട് ടു ബൈ ദാറ്റ് ഡ്രസ്. ബി സെൻസിബിൾ ഡിയർ. വി ഹാവൻ ഗോട്ട് ദാറ്റ് മച്ച് മണി. അത്രയും പണമൊന്നും നമ്മുടെ കയ്യിലില്ല. അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. അവളോട് ദേഷ്യപ്പെടരുത്. അവളോട് ഉച്ചത്തിൽ സംസാരിക്കരുത്. ഡോണ്ട് ഷൗട്ട് അറ്റ് ഹെർ. ഡോണ്ട് യെൽ അറ്റ് ഹെർ. യെൽ എന്ന വേർഡിനും ഷൗട്ട് എന്ന അതേ അർത്ഥം തന്നെയാണ്. രണ്ടായാലും അതിനുശേഷം അറ്റ് എന്ന പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ഡോണ്ട് ഷൗട്ട് അറ്റ് ഹെർ. അവൾക്ക് പെട്ടെന്ന് വിഷമമാവും, പെട്ടെന്ന് സങ്കടമാവും. ഷീ ഈസ് വെരി സെൻസിറ്റീവ്. ഇവിടെ സെൻസിബിൾ അല്ല, സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് ഇമോഷണൽ ആവുന്നവര്, അവരെക്കുറിച്ച് പറയാനാണ് നമ്മൾ സെൻസിറ്റീവ് എന്ന് പറയുന്നത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നല്ലോ അല്ലേ? ഇത് ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.